നമസ്കാരം. തകൃതിയായി തിരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുകയാണ് താരസംഘടന അമ്മയിൽ. പരസ്പരം സൗഹൃദം പുതുക്കിയിരുന്നവർ തിരഞ്ഞെടുപ്പ് ദിനം അടുക്കുന്നതോടെ പരസ്പരം കരിവാരി തേക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്ത് വില കൊടുത്തും സീറ്റ് ഉറപ്പിക്കാൻ മത്സര രംഗത്തുള്ളവർ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അവർക്കെതിരെയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും കുത്തിപ്പൊക്കുകയാണ് ശത്രുപാളയത്തുള്ളവർ. വ്യക്തിഹത്യയിലേക്കും കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അമ്മയിൽ ഇക്കുറി വനിതാ ഭാരവാഹികൾ സ്ഥാനത്തെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെല്ലാം. ഇതിനു പിന്നിൽ നടൻ ബാബുരാജാണ് എന്നതാണ് പൊതുവിൽ ഉയരുന്ന ഒരു ആക്ഷേപം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നതാണ്. എന്നാൽ നിരവധി കേസുകളിൽ പ്രതിയായ വിവാദ നായകൻ മത്സരിക്കുന്നതിനോട് ശക്തമായ എതിർപ്പും ഉണ്ടായിരുന്നു. ഇതോടെ ബാബുരാജ് തന്നെ പിന്മാറുകയാണ് ചെയ്തത്. സരിത എസ് നായരടക്കം ബാബുരാജിനെതിരെ ഗുരുതര ആരോപണം, സാമ്പത്തിക ആരോപണം അടക്കം ഉയർത്തി രംഗത്ത് വന്നിരുന്നു. താൻ മോഹിച്ച ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ ലക്ഷ്യമിട്ട് പൊന്നമ്മ ബാബുവിനെ കളത്തിലിറക്കിയത് ബാബുരാജ് ആണെന്നാണ് മറ്റ് സിനിമാക്കാരെല്ലാം തന്നെ ആരോപിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായാലും പ്രചരണം മുറുകുമ്പോൾ ഇപ്പോൾ എല്ലാ ചർച്ചകളും ഒരു മെമ്മറി കാർഡിനെ ചുറ്റിപ്പറ്റിയാണ്. ഇതുവരെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മെമ്മറി കാർഡ് വിവാദം ഉയർത്തുന്നതിന് പിന്നിൽ ബാബുരാജിൻ്റെ തന്ത്രങ്ങളാണ് എന്നാണ് അറിയുന്നത്. എന്തായിരിക്കും ആ മെമ്മറി കാർഡിനുള്ളിലെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുമുണ്ട്. ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ പരസ്യമായ മാലാപാർവതി അടക്കം രംഗത്ത് വന്നിരുന്നു. ഇതോടെ മാലാപാർവതിക്കെതിരെയും ബാബുരാജ് പക്ഷം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഒരു മെമ്മറി കാർഡിൻ്റെ പേരിൽ വിഴുപ്പലക്കലാണ് അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുക്കു പരമേശ്വരനെ ലക്ഷ്യമിട്ട് കൂടുതൽ പേരെ ബാബുരാജ് എന്തായാലും കളത്തിലിറക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു മെമ്മറി കാർഡ് ഉടൻ പുറത്തു വിടണമെന്നുള്ളൊരു പൊതുവികാരം അമ്മയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. കുക്കുവിനെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വ്യാപക ഹേറ്റ് ക്യാമ്പയിനും നടക്കുന്നുണ്ട്. പ്രതികരണത്തിനില്ല എന്നും നടക്കുന്നത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ് കുക്കു പരമേശ്വരൻ ചെയ്യുന്നത്. അതേസമയം സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കുക്കു പരമേശ്വരനാണ് തന്നെ വിളിച്ചതെന്നും അവിടെ എത്തിയപ്പോൾ ക്യാമറ കണ്ടിരുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. എന്തിനാണ് രഹസ്യമായി സംസാരിക്കുമ്പോൾ ക്യാമറ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവിന് വേണ്ടിയാണ് എന്നായിരുന്നു മറുപടി. കുക്കു പരമേശ്വരനാണ് ഈ ഒരു യോഗത്തിൽ മുൻകൈയെടുത്തതെന്നും പൊന്നമ്മ ബാബു അടക്കം പറഞ്ഞിരുന്നു. യോഗം വീഡിയോയിൽ പകർത്തിയിരുന്നു. അതിൻ്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശവും വെച്ചു. ഇടവേള ബാബുവും കുക്കു പരമേശ്വരനും ചേർന്നാണ് ഈ മെമ്മറി കാർഡ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെമ്മറി കാർഡ് തങ്ങളുടെ കൈവശമില്ല എന്നാണ് പറയുന്നത്. മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ ദുരുപയോഗം ചെയ്യുമോ എന്ന് ആശങ്കയുണ്ട്. എന്തായിരിക്കാം മെമ്മറി കാർഡിൽ പറഞ്ഞ കാര്യങ്ങൾ? ആ വിവാദപൂർണമായ കാര്യങ്ങളുണ്ടോ? ആർക്കെങ്കിലും, അതായത് വമ്പന്മാർക്കെതിരെ അതിനകത്തുള്ള വനിതാരത്നങ്ങൾ വലിയ രീതിയിൽ അത് താരസംഘടനയെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ കാലത്ത് തന്നെ വീണ്ടും ആ ഒരു മെമ്മറി കാർഡിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അണിയറയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ആ മെമ്മറി കാർഡിനകത്ത് എന്തായിരിക്കും? നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയുള്ള ആരോപണങ്ങളാണ് ഈ മെമ്മറി കാർഡിൽ പകർത്തിയതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും? മറ്റ് നടന്മാർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ നടിമാർ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയിലുണ്ട്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി വന്നാൽ ഇത് വച്ച് അംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് അറിയുന്നുണ്ട്. മെമ്മറി കാർഡ് തിരികെ വേണമെന്നും കുക്കു പരമേശ്വരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നും പൊന്നമ്മ ബാബു അടക്കം പറഞ്ഞത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പം നടി മാലാപാർവതിയെയും പൊന്നമ്മ ബാബു വിമർശിച്ചിരുന്നു. മെമ്മറി കാർഡ് വിവാദത്തിൽ മാലാപാർവതി എന്തിനാണ് ഇടയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും പൊന്നമ്മ ബാബു ചോദിച്ചിരുന്നു. തനിക്കെതിരെ പൊന്നമ്മ ബാബു പ്രതികരിച്ചതോടെയാണ് മാലാപാർവതിയും രംഗത്ത് വന്നത്. കാർഡ് വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്നാണ് മാലാപാർവതി പ്രതികരിച്ചത്. തങ്ങൾക്ക് സിനിമാ മേഖലയിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള അമ്മ വനിതാ അംഗങ്ങളുടെ തുറന്നു പറച്ചിൽ ചിത്രീകരിച്ചുവെന്ന് പറയുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയം 2018 മുതൽ, അതായത് നടി ആക്രമിക്കപ്പെട്ട സമയം മുതലാണ് വരുന്നത്. 2025 വരെ നടന്ന ജനറൽ ബോഡികളിൽ ഒന്നിലും ഈ ഒരു കാർഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഇലക്ഷൻ കാലത്താണ്, 2025 ഇലക്ഷൻ കാലത്താണ് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊങ്ങി വരുന്നത്. ഇതിനിടയിൽ തന്നെ പല നിലപാടുകൾ മാറിയിട്ടുണ്ടാകും, നടിമാരുടെ അടക്കം മാറിയിട്ടുണ്ടാകും, പലരും ഉന്നത സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പലരുടെയും നിലപാട് അല്ലെങ്കിൽ പലരുടെയും വെളിപ്പെടുത്തലുകൾ ഈ ഒരു ഘട്ടത്തിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര പരിഹാര സമിതി അംഗമായിരുന്ന സമയത്ത് തനിക്ക് മുന്നിലും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല എന്നും മാലാപാർവതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും അങ്ങനെ ഒരു മെമ്മറി കാർഡ് ദുരൂഹമായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഇലക്ഷൻ ആയുധമാക്കി ഇതിറക്കിയാൽ അത് വലിയ കലഹങ്ങളാകും സിനിമാ സംഘടനയിൽ ഉണ്ടാക്കുകയെന്ന് ഉറപ്പാണ്.